ഹായ്, എസ് എൽ ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ പാർട്ട്ണർ എപ്പോഴും ഒത്തിരി സ്നേഹിക്കണം, നമ്മൾ നഷ്ടപ്പെടുമോ എന്നൊരു പേടി അവർക്ക് ഉണ്ടായിരിക്കണം എന്നൊക്കെ നമ്മൾ വിചാരിക്കാറുണ്ട്. പലപ്പോഴും നമുക്കും അത്തരത്തിലുള്ള പേടികൾ വരാറുണ്ട്. സോ നിങ്ങളുടെ പാർട്ട്ണർക്ക് നിങ്ങൾ നഷ്ടമാകുമോ എന്നൊരു പേടി ഉള്ളിലുണ്ടെങ്കിൽ അതെങ്ങനെ നമുക്കറിയാൻ പറ്റാം? അങ്ങനെയുള്ള ആളുകളെ എങ്ങനെയായിരിക്കും നമ്മളോട് ബിഹേവ് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറയാനായിട്ട് പോകുന്നത്. സോ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങൾ നഷ്ടമാകുമോ എന്ന് പേടിക്കുന്നുണ്ടോ എന്നുള്ളത്. സോ അതിനുള്ള ഒന്നാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, എത്ര ഫൈറ്റ് ഉണ്ടായാലും എത്ര പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാലും ആൾ തന്നെ നിങ്ങളുടെ അടുത്തേക്ക് ഒരു കോംപ്രമൈസിന് വരും എന്നുള്ളതാണ്. അതായത് ഇപ്പം നിങ്ങൾ തമ്മിലൊരു വഴക്കുണ്ടായി കഴിഞ്ഞാൽ ആൾക്കുള്ളിൽ പേടി ഉണ്ടാവും, അയ്യോ ഈ ഒരു വഴക്കിൻ്റെ കാരണം കൊണ്ട് അവൻ എന്നെ വിട്ടിട്ട് പോകുമോ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അവരായിട്ട് വന്നിട്ട് ഒരു സോറി പറയുക, ആ റിലേഷൻഷിപ്പ് കുറച്ചുകൂടി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ട്രൈ ചെയ്യുക, ഇതൊക്കെ അവരുടെ ഭാഗത്ത് നിന്ന് കാണാൻ പറ്റും. കാരണം അവർക്ക് ഞാൻ പറഞ്ഞതുപോലെ പേടിയാണ്, ചെറിയൊരു കാരണം കൊണ്ട് പോലും നിങ്ങൾ അവരെ വിട്ട് പോകരുത് എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരിക്കും. സോ പ്രശ്നങ്ങൾ എന്ത് തന്നെയാണെങ്കിലും മേ ബി നിങ്ങളുടെ ഭാഗത്ത് ആവാം മിസ്റ്റേക്ക്, എന്നാൽ പോലും നിങ്ങളോട് വന്നിട്ട് സോറി പറയാനും ഒരു പാച്ചപ്പിനും അവരെപ്പോഴും റെഡി ആയിരിക്കും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങളിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് വളരെ പെട്ടെന്ന് ആൾ മനസ്സിലാക്കാൻ ശ്രമിക്കും എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് പെട്ടെന്ന് വരുന്ന ദേഷ്യം, സങ്കടം, ഇതൊക്കെ ആൾ മനസ്സിലാക്കും. നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഫീലിങ്സ്, ഇപ്പോൾ വിഷമമാണെങ്കിലും സന്തോഷമാണെങ്കിലും ഒക്കെ പെട്ടെന്ന് ആൾ മനസ്സിലാക്കി എടുക്കുകയും, ഇപ്പോൾ നിങ്ങൾ വിഷമിച്ചിരിക്കുകയാണെങ്കിൽ ആ കാര്യം എന്താണെന്നുള്ളത് മനസ്സിലാക്കുക, നിങ്ങളെ കുറച്ചുകൂടി ഓക്കെ ആക്കാൻ വേണ്ടി ശ്രമിക്കുക, കംഫർട്ടബിൾ ആക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക, ഇതൊക്കെ അവരുടെ ഭാഗത്ത് നിന്ന് കാണാൻ പറ്റും. അതായത് നിങ്ങൾക്ക് ഉണ്ടാകുന്ന മാറ്റങ്ങൾ പെട്ടെന്ന് ആൾക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും എന്നുള്ളതാണ്. അതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്യും. മാക്സിമം നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനും ആ ഒരു വ്യക്തി ശ്രമിക്കുന്നുണ്ടായിരിക്കും. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ചെറിയ ചെറിയ രീതിയിലുള്ള എഫേർട്ടുകളൊക്കെ അവർ റിലേഷൻഷിപ്പിന് വേണ്ടി എടുക്കുന്നുണ്ടായിരിക്കും. അതായത് നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ചെറിയ ചെറിയ എഫേർട്ടുകൾ എടുക്കുന്നുണ്ടാവും. ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് പറയുന്ന ഒരു ഫുഡ് ഉണ്ടെന്ന് വിചാരിക്കുക, എന്തെങ്കിലും ഒരു ഫുഡ് ഉണ്ടെന്ന് വിചാരിക്കുക, അതവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത് തരും ഇടയ്ക്കൊക്കെ. അല്ലെങ്കിൽ ഒന്ന് പുറത്ത് പോകണം നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ, ഈ ട്രാവലൊക്കെ ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ അതിന് വേണ്ടിയിട്ട് കൊണ്ടുപോവുക, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന സാധനങ്ങൾ വാങ്ങിച്ചു തരിക, അതേപോലെ ചെറിയ ചെറിയ സർപ്രൈസുകൾ ഇടയ്ക്ക് പ്രൊവൈഡ് ചെയ്യുക, നിങ്ങളുടെ ചെറിയ ചെറിയ ഹാപ്പിനെസ് ഒക്കെ ഭയങ്കര അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അവർ ആഘോഷിക്കുക. ചിലപ്പോൾ നിങ്ങൾ രണ്ടുപേരും മാത്രമേ ഉണ്ടാവുള്ളൂ ആ സെലിബ്രേഷനിൽ, എങ്കിലും അതൊക്കെ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് മനസ്സ് കാണിക്കുക. ഇവിടെയൊക്കെ നിങ്ങളുടെ സന്തോഷത്തിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരാളാണ് അവർ. അതുകൊണ്ടാണ് അവരിങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങളുടെ സന്തോഷത്തിന് പ്രാധാന്യം നൽകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ റിലേഷൻഷിപ്പ് നന്നായിട്ട് തന്നെ മുന്നോട്ട് പോകണം, എപ്പോഴും ആളുടെ കൂടെ ഉണ്ടാകണം എന്നുള്ളത് ആഗ്രഹിക്കുന്നു എന്നുള്ളത് കൂടി ഒരു അർത്ഥമുണ്ട്. സോ ഈ ഒരു കാര്യം കാണുന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങളെ ഹാപ്പി ആക്കാൻ വേണ്ടി മാക്സിമം അവർ ശ്രമിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കേണ്ടത്, ചെറിയൊരു രീതിയിൽ പോലും നിങ്ങൾക്ക് അവരോട് ഒരു ദേഷ്യമോ വെറുപ്പോ ഉണ്ടാവരുത്, നിങ്ങൾ അവരെ വിട്ട് പോവരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് അവർ എന്നുള്ളത് തന്നെയാണ്. നാലാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, അവരുടെ ഫോൺ ഹൈഡ് ചെയ്ത് വെക്കുക, അവരുടെ ലൈഫിൽ സംഭവിച്ച കാര്യങ്ങൾ നിങ്ങളോട് പറയാതെ മറച്ചു പിടിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവരുടെ ഭാഗത്ത് നിന്ന് കാണാൻ പറ്റില്ല. അവരുടെ ഫോണൊക്കെ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എടുക്കാം, ചെക്ക് ചെയ്യാം, അതിൽ എന്ത് വേണമെങ്കിലും നോക്കാം, വേണമെങ്കിൽ സംശയങ്ങൾ ഉണ്ടെങ്കിൽ അവരോട് തന്നെ ചോദിക്കാം. ഇതിനൊക്കെ ഉള്ള ഒരു ഒരു ഫ്രീഡം നിങ്ങൾക്ക് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അതേപോലെ തന്നെയാണ് ഇപ്പോൾ അവരുടെ ലൈഫിൽ സംഭവിച്ച കാര്യങ്ങളും നിങ്ങളോട് അവർ ഓപ്പണായിട്ട് പറയുന്നുണ്ടായിരിക്കും. മുമ്പേ സംഭവിച്ച കാര്യങ്ങളാണെങ്കിലും ഡെയിലി ലൈഫിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണെങ്കിലും നിങ്ങളോട് തുറന്നു പറയാനായിട്ട് അവർക്ക് യാതൊരു മടിയും ഉണ്ടായിരിക്കില്ല. അതായത് ഒന്നും തന്നെ ഹൈഡ് ചെയ്ത് വെക്കണം എന്നുള്ളത് അവർ ആഗ്രഹിക്കുകയോ അങ്ങനെ ചെയ്യുകയോ ചെയ്യുന്നുണ്ടാവില്ല. അവിടെയും അർത്ഥമാക്കുന്നത് നിങ്ങൾ എപ്പോഴും കൂടെ വേണം എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. അവർ പറയാത്തൊരു കാര്യത്തിൻ്റെ പേരിലോ ചെറിയ രീതിയിലെങ്കിലും നിങ്ങൾക്കൊരു സംശയത്തിൻ്റെ പേരിലോ ഒന്നും നിങ്ങൾ അവരെ വിട്ടു പോകരുത് എന്നവർ ആഗ്രഹിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, ഭാവിയെക്കുറിച്ചുള്ള കുറേ പ്ലാനിങ്സ് അവർക്ക് ഉണ്ടായിരിക്കും. അതൊക്കെ നിങ്ങളോട് തുറന്നു പറയുകയും നിങ്ങളെ അതിൽ ഉൾക്കൊള്ളിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. അത് എന്തുകൊണ്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരെപ്പോഴും മനസ്സിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾ എപ്പോഴും അവരുടെ കൂടെ തന്നെ ഉണ്ടാകും എന്നുള്ളത്. ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ ഒരുമിച്ചായിരിക്കും എപ്പോഴും ഉണ്ടാവുക എന്നവർ ഓൾറെഡി മൈൻഡിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞതാണ്. അതവർ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങളും ആ രീതിയിൽ തന്നെ അത് അക്സെപ്റ്റ് ചെയ്യണം, ആ രീതിയിൽ മുന്നോട്ട് പോകണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. സോ അതുകൊണ്ട് കൂടിയാണ് അവർ ഇത്തരത്തിൽ ഭാവി കാര്യങ്ങൾ പറയുന്നത്, നിങ്ങളോട് പറയുന്നത്, അതിൽ നിങ്ങൾ ഉൾക്കൊള്ളിച്ച് പറയുന്നതൊക്കെ. ഈ ഉൾക്കൊള്ളിക്കുക എന്ന് പറയുമ്പോൾ പെട്ടെന്നൊരു സിറ്റുവേഷനിൽ ഞാൻ ഇവരെ ഉൾക്കൊള്ളിച്ച് പറയാം എന്ന് വിചാരിച്ച് പറയുന്നൊന്നല്ല. അവരതെങ്ങനെ പറഞ്ഞു പോകുന്ന സമയത്ത് അവർ ഓൾറെഡി ചിന്തിച്ച് വെച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെ അത് സത്യമായതുകൊണ്ടാണ് ആ രീതിയിൽ തന്നെ നിങ്ങളെ ഉൾപ്പെടുത്തി അത് പുറത്തേക്ക് വരുന്നുണ്ടാവാം. അവിടെയും ആത്മാർത്ഥത തന്നെയാണുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു പേഴ്സൺ ആണ് അവർ എന്നുള്ളത് മനസ്സിലാക്കുക. ഇത്രയും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ടത്, അല്ലെങ്കിൽ തിരിച്ചറിയേണ്ടത്, നമ്മൾ നഷ്ടമാവരുത് എന്ന് ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് അവർ. ചെറിയൊരു നോട്ടത്തിലോ അല്ലെങ്കിൽ ചെറിയൊരു വാക്കിലോ പോലും നിങ്ങളെ വിഷമിപ്പിക്കരുത്, ആ ഒരു കാരണം കൊണ്ട് പോലും നിങ്ങൾ അവരെ വിട്ടു പോകരുത് എന്നൊരുപാട് ചിന്തിക്കുന്ന ഒരാളാണ് ആ ഒരു വ്യക്തി. അതുകൊണ്ട് അവരുടെ സ്നേഹം നിങ്ങൾ മനസ്സിലാക്കുക, തിരിച്ചും സ്നേഹിക്കുക, യാതൊരു രീതിയിലും അവരെ വിഷമിപ്പിക്കാതിരിക്കുക. നിങ്ങളുടെ സന്തോഷത്തിന് അവർ ആഗ്രഹിക്കുന്ന പോലെ, അതിനുവേണ്ടി പ്രവർത്തിക്കുന്നത് പോലെ നിങ്ങൾ തിരിച്ചും
ചിന്തിച്ചും പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് എല്ലാവരുടെയും റിലേഷൻഷിപ്പിൽ നല്ലത് വരട്ടെ, സന്തോഷം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഞാനിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.